മുണ്ടത്തിക്കോട് പാടവരമ്പത്തുള്ള വെടിപ്പുരയാണ് കേട്ടോ ഇതാണ് ആ വെടിപ്പുര. ഇതുപോലുള്ള 2-3 വെടിപ്പുരകൾക്കാണ് യഥാർത്ഥത്തിൽ സ്ഫോടനം സംഭവിച്ചത്. പെട്ടെന്ന് പൊട്ടിപ്പോയി. ഞാൻ വിചാരിച്ചത് എന്താ ഇടി കെട്ടിയിരിക്കോ, മഴ പെയ്യാൻ വലിയൊരു ഇടി എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചത്. ഒരു സെക്യൂരിറ്റി പോലും ഈ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ഈ വീടിന്റെ അല്ല, ഈ സ്ഥാപനത്തിന്റെ ഇതിലൊരു സെക്യൂരിറ്റി വരെ ഉണ്ടായിരുന്നില്ല. പടക്കശേഖരം സ്റ്റോക്ക് ചെയ്തിരുന്ന മുണ്ടത്തിക്കോട് പാടവരമ്പത്ത് നിന്ന് ഏതാനും മീറ്റർ മാത്രം അകലെയുള്ള കുറച്ചധികം വീടുകളാണ് ഇവിടെയുള്ളത്. കനത്ത നാശനഷ്ടമാണ് ഈ വീടുകൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനങ്ങൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ആവാൻ പറ്റിയിട്ടില്ല അവർക്ക്. അവർ ആ സമയത്ത് JCB കൊടുന്ന് ഇൻസ്റ്റൻ്റായിട്ട് അവർ റോഡ് ഉണ്ടാക്കുക ചെയ്തത്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് എമർജൻസി ആയിട്ട് ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഫസ്റ്റ് വരേണ്ടത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വണ്ടിയാണ്. അത് വരാനുള്ള സൗകര്യം, ബേസിക് നീഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ച് പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഒഴിവാക്കാമായിരുന്നു. അതൊക്കെ ഒരു ബേസിക് നീഡാണ്. ഇങ്ങനത്തെ ഒരു പ്ലാൻ, ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റിൻ്റെ ബേസിക് നീഡാണ് അതൊക്കെ. അതുപോലെ ഒരു ബേസിക് നീഡ് പോലും ഇല്ലാണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് വലിയൊരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നിങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള പരാതികളൊന്നും ഇവർക്ക് നൽകുക, ഇതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ അറിവില്ല. നാട്ടുകാരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിവില്ല. ഇത് NOC വേണ്ട ഒരു മേഖലയാണെന്നാണ് എൻ്റെ അറിവ്. NOC എന്തായാലും തൊട്ടുള്ള അയൽവക്കത്തുള്ളവരൊക്കെ NOC വേണ്ട ഒരു ഇതാണെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ ഇവരാരും NOC വാങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ. ഈ പൊട്ടിയ സ്ഥലത്ത് നിന്നൊരു 100-150 മീറ്റർ അകലുള്ളൂ വീട്. അതിന് യാതൊരു സുരക്ഷാ സംവിധാനം ഇല്ലാണ്ടാണ് ഇത് അവിടെ നിർമ്മിക്കണേ. നമ്മളോട് വന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ ലൈസൻസ് രണ്ടാമത് കൊടുത്തിട്ടുള്ളതും അങ്ങനെയാണ്. അവർ കൊടുന്ന് ഇറക്കി നമ്മുടെ വീടിൻ്റെ നാശനഷ്ടത്തിന് അവർ ഇതിനെ വരെ അവർ വന്നിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. എന്താ നാശനഷ്ടം എന്താ സംഭവിച്ചത്? ജനലുകളെ ചില്ലുകൾ കംപ്ലീറ്റ് പൊട്ടി, കട്ടള പൊട്ടി തള്ളി, ലോക്കുകൾ തള്ളിപ്പോയി, പിന്നെ ടവർ ബോൾട്ട് തള്ളിപ്പോയി, ബാത്റൂമിൻ്റെ ഡോർ തള്ളിപ്പോയി. ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അവർ ഇന്നേ വരെ വന്നിട്ടില്ല, അവർ ഈ ഭാഗത്തേക്ക് അന്വേഷിച്ചിട്ടില്ല. ഇത് 3:30 ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു? ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് പൊട്ടണ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ചാടി അനിച്ചപ്പോഴാണ് ഈ സാധനം പൊട്ടി പെണ്ണിൻ്റെ കയ്യിൻ്റെ മുകളിൽ ചില്ല് കയറി ചോര വന്നു. അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്. മന്ത്രിയൊക്കെ ആയിട്ടുള്ള സുനിൽകുമാറൊക്കെ പറഞ്ഞത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ ഒരു പ്രദേശവാസി എന്നുള്ളതിൽ നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഉണ്ടായിരുന്നു? ഞാൻ പറയണത് സുരക്ഷയില്ല. കാരണം സുരക്ഷ ഉണ്ടായിരുന്നില്ല ഇല്ല എന്ന് പറയണത് ഒരു ഫയർഫോഴ്സിനോ എന്തെങ്കിലും ഒരു വണ്ടിക്കോ ഒരു ആംബുലൻസിനോ അങ്ങോട്ട് ചെല്ലാൻ ഒരു മാർഗ്ഗമില്ല എത്തിപ്പെടാൻ. വല്ലവരെ കണ്ടത്തോടെ വെട്ടിപ്പൊളിച്ചിട്ടാണ് നേരത്തെ എത്തിക്കുന്നത്. പിന്നെ അവരുടെ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ആൾ ജീവിക്കുന്ന മാർഗ്ഗമല്ല, നമ്മളൊന്നും പറയണില്ല. അവരെന്ത് പറയുന്നു. ഇതിപ്പോൾ ഇനി ഒരു ദുരന്തം ഉണ്ടാവുക കാരണം ഇവിടെ ഈ സംവിധാനം നടക്കില്ല. അല്ല, കൃത്യമായിട്ട് അപ്പോൾ വാഹനങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റില്ലായിരുന്നു? വാഹനങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണോ ഇപ്പോൾ ലൈസൻസ് ലഭിച്ചത്? അങ്ങനെയാണല്ലോ ലൈസൻസ് കൊടുക്കുന്നത്. അല്ല, ഇങ്ങനെയൊരു ലൈസൻസ് കൊടുക്കുമ്പം കൃത്യമായിട്ട് ഗതാഗത സംവിധാനം, ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അവിടെ എത്താൻ ഉള്ള സംവിധാനം, ഇതൊക്കെ റോഡ് മാർഗം ഇതൊക്കെ വേണം. ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല. പാടന്നെ അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഈ പ്രദേശത്ത് ഇതിൻ്റെ സമീപ ദിവസങ്ങളിൽ പള്ളിപ്പെരുന്നാൾ പോലുള്ള ഉത്സവങ്ങൾ പോലുള്ള അമ്പലത്തിലെ ഉത്സവങ്ങൾ പോലുള്ള കുറേയധികം പരിപാടികളുണ്ടായിരുന്നു. ഈ നിർമ്മാണം നടക്കുന്നതിൻ്റെ ഈ വെടിക്കെട്ടുകൾ ശേഖരിച്ചിരുന്ന ഇതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് നിന്ന് പടക്കമടക്കം പൊട്ടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ?
അടക്കം അവർ ഇടയ്ക്ക് ട്രെയിലടിക്കും. അവരത് ഒരെണ്ണം പൊട്ടീനെ റെഡിയാക്കി കഴിഞ്ഞാൽ അവർ പാടത്ത് കൊണ്ടുവന്നിട്ട് ട്രെയിലടിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് അവർ ട്രെയിലടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരു പന്തലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗത്തുനിന്നും വെയിൽ വരും. പക്ഷെ ആ വെയിലിൻ്റെ ചൂടിനും ഇത് സംഭവിക്കാം. ഇത് അല്ലാണ്ട് വേറൊരു രൂപത്തിലും ഉണ്ടായിട്ടുള്ള സംഭവമല്ല. പറമ്പ് നനച്ചിട്ടുണ്ടെങ്കിലും കുറേ അപകടം ഒഴിവാക്കാറുണ്ട്. എങ്ങനെ അത് പറമ്പ് നനച്ചിടുന്നത് എന്താണത്? പറമ്പ് നനയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൻ്റെയും കഴുകിൻ്റെയും ഒക്കെ കട വാങ്ങി തടം വെട്ടി നനച്ച് കുതിർത്തിയിടുക. പക്ഷെ മരുന്ന് ഉണക്കാനുള്ള സ്ഥലം മാത്രം നനയ്ക്കാനിടുക. ബാക്കി തെങ്ങിൻ്റെ കട, കഴുങ്ങിൻ്റെ കട, അങ്ങനെ വാഴയൊക്കെ എല്ലാം നനച്ച് കുതിർത്തിയിടണം പറമ്പ്. അപ്പോൾ ഇത്രയും വലിയ അപകടം ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തിരുന്നില്ല. പറമ്പ് നനയ്ക്കുക, കുതിർത്തുക, അങ്ങനെ ഒരു പണി അവിടെ നടന്നില്ല. പണി എടുക്കുക, പോവാന്നല്ലാണ്ട് അവിടെ അങ്ങനെ ഒരു കാര്യം അവർ ഇന്നേ വരെ അവർ ചെയ്തിട്ടില്ല. നേരത്തെ അങ്ങനെ ചെയ്തിരുന്നു. അവരെ അച്ഛനുള്ളപ്പോൾ അതൊക്കെ ചെയ്തിരുന്നു. പറമ്പ് നനയ്ക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പം അതൊന്നും ചെയ്യണില്ല. ഇപ്പം മകൻ്റെ കൈവശമാണ്. ഇപ്പോൾ. അപ്പോൾ അതൊന്നും ചെയ്യാൻ നിന്നിരുന്നില്ല. പറമ്പിലാണെങ്കിൽ ആകെ മൊന്തയും കാടും പറമ്പായിട്ട് ഒരു ജാതി മൊന്തയായിരുന്നു പറമ്പിലൊക്കെ. അത് മറ്റേ പുല്ലുവെട്ടി കൊടുന്ന് വെട്ടിയും അതവിടെ കിടന്ന് ഉണങ്ങും. പിന്നെ ഇത് ഇങ്ങനെ ചൂടെടുത്ത് ഇങ്ങനെ തീപിടിയെന്നല്ലാണ്ട് യാതൊരു ഇതും അവിടെ കണ്ടിട്ടില്ല. ഞാൻ പേടിച്ചു പോയി. പേടിക്കാണ്ടിരിക്കും മോനെ. നമ്മളെല്ലാവരും ജീവമുള്ളവരല്ലേ. പിന്നെ ഈ മരുന്നിൻ്റെ അപകടങ്ങളൊക്കെ നമുക്ക് അറിയാലോ. പേടിച്ചു. പിന്നെ അപ്പോഴേക്കും ജനവാതിലൊക്കെ പൊട്ടി, ചില്ലുകളൊക്കെ വീടിൻ്റെ ഈ 3 ജനല പോയിട്ടില്ല. ബാക്കിയുള്ള കംപ്ലീറ്റ് ജനലും പോയി. ആകെ 2 ബാത്റൂമിൻ്റെയും വാതിലടിച്ച് പോയി. കണ്ട ചെമ്മരുകളൊക്കെ ചെല്ലിയിട്ട് കിടക്കുന്നു. ആ ചില്ല് വീണ സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ കട്ടിലിൻ്റെ അടിച്ച് കൊണ്ടു. അത് കാരണം കൊണ്ട് അവത്ത് പറ്റിയില്ല. അല്ലാതെ ഇത് നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നോ? മോളും അമ്മ ഉണ്ടായിരുന്നത്. അപ്പൊ മോള് അവിടെ കിടന്ന് പഠിക്കണം നേരത്തെ. കാരണം പെട്ടെന്ന് ചില്ല് വീണ സൗണ്ട് കേട്ടതിന്റെ ആ ഒരു ഇതില് എന്താ ഉണ്ടാവണമെന്ന് അറിയണില്ലല്ലോ. അങ്ങനെ അവള് ഉരുണ്ടു കട്ടിലിന്റെ അടിയിലേക്ക്. അല്ലാതെ മേത്ത് മുഴുവൻ ചില്ല് കയറും. കാരണം പ്രഷർ കൊണ്ട് ഫുള്ള് ചില്ല്, ജനലയുടെ ചില്ല് മുഴുവൻ കത്തിക്കാൻ വന്നതേ. 2000-3000 വീടുകൾക്ക് എഫക്റ്റ് ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കരയമ്മയും ഉള്ള വീടുകളെ ബാധിച്ചിട്ടുണ്ട്. ഈ കരയമ്മ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള വീടുകളുടെ മൊത്തം ഡാമേജ് ഉണ്ട്. അത് കഴിഞ്ഞ് മറ്റേ കരയിലും അങ്ങനെ തന്നെ. പിന്നെ മാത്രമല്ല, ഇത് ഇത്രയും വീടുകളെ ബാധിച്ചിട്ടുള്ള ഒരു വലിയ ഒരു അപകടമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. മരണം മാത്രം നോക്കിയിട്ട് ഇതിനെ അസസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒത്തിരി വീടുകൾക്ക് ഡാമേജ് ഉണ്ട്. മോർ ദാൻ 2500-3000 വീടുകൾക്ക് ഇത് ബാധിച്ചിട്ടുള്ള ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ വെടിക്കെട്ട് ഇതിന് സമീപമായിട്ട് പടക്കം പൊട്ടിക്കുന്ന ഇതുണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്? അല്ല, ഇത് അങ്ങനെ ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല എന്നാണല്ലോ ഇപ്പോൾ ഇവരൊക്കെ പറയണത്. ഇത് ഇപ്പോൾ ഇവിടെ ഒരു 150 മീറ്റർ 200 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ പെരുന്നാളും വേലകളൊക്കെ ആയിരുന്നു ഈ എക്സ്പ്ലോഷൻ നടക്കുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഉച്ചയ്ക്കും കാലത്തും ആ ദിവസങ്ങളിലൊക്കെ ഇവിടെ സമൃദ്ധിയായിട്ട് ക്രാക്കേഴ്സും ഒക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ അവിടെയൊക്കെ പൊട്ടിച്ചിരുന്നു. അപ്പോൾ ഇവിടെ അത് പൊട്ടിക്കാൻ പാടില്ല എന്നോ, ഇത്ര വലിയൊരു സ്റ്റോറേജുള്ളൊരു സ്ഥലമാണ്, ഇവിടെ അത് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊരു വീഴ്ച തന്നെയാണ്. കാരണം ആ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. ഇത്രയും ചുറ്റളവിൽ നമ്മൾ ചെയ്യാൻ പാടില്ല, അത് അപകടം വിളിച്ചു വരുത്തും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറയേണ്ട ഒരു കടമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത്, സുനിൽകുമാറൊക്കെ പറഞ്ഞത് കൃത്യമായിട്ടുള്ള സുരക്ഷ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതപ്പം എന്താണ്, അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ്? സുരക്ഷ ഉണ്ടെന്ന് നമ്മളിപ്പോൾ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ, ഇവിടെ സുരക്ഷയുടെ യാതൊരു കാരണവും നമ്മൾ കാണുന്നില്ല. ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയാണ് ബേസിക് സുരക്ഷ. എന്തെങ്കിലും അപകടം വന്ന ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു വണ്ടി വരിക എന്നുള്ളത് ഏറ്റവും ബേസിക് ആവശ്യമാണ്. അതുപോലും നടന്നിട്ടില്ല അവിടെ. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള മുണ്ടത്തിത്തോടുള്ള ഈ ദുരന്തഭൂമി പ്രദേശത്താണ് ഉള്ളത്. ഇതാണ് ആ സ്ഥലം. ഇവിടെയാണ് 21-ാം തീയതി 3:30 കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു വലിയ ദുരന്തമുണ്ടായത്.
ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതകളും അട്ടിമറി സാധ്യതകളെക്കുറിച്ചൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസമടക്കം നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മാസ് പരിശോധനകളും സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികൾ ഇവിടെ നടക്കുകയുണ്ടായി. ഇന്നും അത് തുടരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോഴും ആരാണ് ഈ ദുരന്തത്തിന് പിന്നിലുള്ള ഉത്തരവാദി? ഇവിടെ ക്യാമറയിൽ വർക്ക് ചെയ്ത് പോയി അന്ന് ആണ് ഇത് വെടിക്കെട്ട് അപകടം ഉണ്ടായത്. അത് ഇവിടേക്ക് ഫയർഫോഴ്സ് വരെ എത്താൻ പറ്റാത്തൊരു സ്ഥലത്തേക്കാണ് ലൈസൻസ് കൊടുത്തത്. ഒരു പാടത്തിൻ്റെ നടുപ്പന്തിലാണെങ്കിൽ അവിടെ ഒരു വണ്ടി വരെ എത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് അവർ കൊടുത്തത്. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു ഇന്നലെ പറഞ്ഞപ്പോൾ 4 വീട് കൂടി നോക്കാമല്ലോ, അവർക്ക് നേരം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർ പോവുക ചെയ്തത്. ഇവിടെ ഇതിനു വേണ്ടി കാത്തിരുന്ന് തോറ്റു ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും. ഇവിടെ എന്താണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു വെടിക്കെട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ നടക്കാറുണ്ടോ? എപ്പോഴും എപ്പോഴും നടക്കാറുണ്ട്. പകലും മഴക്കാലത്തും വേനൽക്കാലത്തും ഈ വെടിക്കെട്ടിൻ്റെ പണികൾ നടത്താറുണ്ട്. വെടിക്കെട്ടിനുള്ള ഒരു സ്ഥിരം വേദിയാണിത്, ആ പണിപ്പുരയാണിത്. പണിപ്പുരയാണ്. ഈ പണിപ്പുരത്തിലാണ് ശരിയായിട്ട് നടക്കാറ് വെടിക്കെട്ട്. ഇപ്പം നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമൊക്കെ ഏതാനും വീടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇവിടെയുള്ള പല വീട്ടുകാരും ഇപ്പോൾ പറയുന്ന പരാതി എന്ന് പറയുന്നത് ഇവർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഒരു സുരക്ഷാ സംവിധാനം ഇരിക്കില്ല. ഇവിടെ വരുന്ന ആൾക്കാരോട് പണിയെടുക്കുക, അത് കൈകൊണ്ട് കുഴച്ചിട്ടാണ് മരുന്നുണ്ടാക്കണത്. അതുവരെ ഇവർക്ക് അതിനൊരു സുരക്ഷ ഇല്ല. ഒരു ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് ചെയ്യണത്. പിന്നെ പഴം കൊടുത്തോണ്ടൊന്നും ഈ മരുന്നും കെമിക്കലൊന്നും ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് പോവില്ലേ. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ. ഒരു ഇതില്ലാത്തൊരു സംവിധാനമാണ് മൊത്തത്തിൽ. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫയർഫോഴ്സിനെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഏർപ്പാടാക്കിയിരുന്നെങ്കിൽ ഇത്രമാത്രം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകില്ലായിരുന്നു. അത് കുറേയധികം ജീവനുകളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ദുരന്തം സംഭവിക്കുമ്പോൾ ഫയർഫോഴ്സ് അതുപോലുള്ള സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇവിടെ എത്താൻ പറ്റിയില്ല. ഫയർഫോഴ്സിനും ആംബുലൻസിനൊന്നും ഇവിടെ എത്താൻ പറ്റാണ്ട് അവർ വരമ്പുകളൊക്കെ ഉടച്ചിട്ടാണ് ഇറ്റാച്ചി കൊടുന്ന് വരമ്പ് ഉടച്ച് അവിടെ മതിൽ പൊളിച്ച് അവിടെ ആദ്യമാണ് ഫയർഫോഴ്സ് ഇറങ്ങി വന്നത്. അതായത് ഇത്രമാത്രം വെടിമരുന്നുകൾ സംരക്ഷിക്കുന്ന ഒരു പ്രദേശത്ത് കൃത്യമായിട്ട് ഒരു വാഹനത്തിന് പോലും എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. അതെ, സത്യമാണത്. ഒരു ഫയർഫോഴ്സ് ഇവിടെ എത്താവുന്ന സംവിധാനമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി അവർ രക്ഷപ്പെട്ടിരുന്നു. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രയും ഒരു വലിയ അളവിൽ ഇത്രയും ഒരു വളരെ ശ്രദ്ധ വേണ്ട ഒരു സംഭവം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ അവിടെയുള്ള സന്ദർശനം കാര്യങ്ങളും അത് ഒഴിവാക്കുന്നത് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും പലരും ആൾക്കാരും വന്നു പോയതായിട്ട് എൻ്റെ പേഴ്സണലി ഉള്ള സുഹൃത്ത് വലയങ്ങളിൽ നിന്നും മറ്റൊന്നും ഞാൻ അറിഞ്ഞു. അത് കുറച്ചും കൂടി ഒന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വോളിയം ഹാൻഡിൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻറ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ ഡെപ്ത് കുറയ്ക്കാമായിരുന്നു തോന്നുന്നു. ഇത്രയും വലിയ അപകടം ഉണ്ടായി. അങ്ങോട്ട് വെച്ചിട്ട് പോലും ഇത്രയും അപകടം ഉണ്ടായിരുന്നു. അവിടെ 10 ഡിഫറെൻറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് അറിയണത്. അതുപോലും അത് ഇമ്പാക്റ്റഡ് ആയി. പക്ഷെ അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കുറച്ചും കൂടി കൂട്ടേണ്ടതായിരിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് മാത്രമല്ല അവിടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ യാതൊരു സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടില്ല. അവിടേക്കുള്ള റീച്ചബിലിറ്റിയും വളരെ മോശമായിരുന്നു. അങ്ങനെയും കേട്ടു ഞാൻ. അങ്ങനെ കേട്ടു അല്ല, ഞാൻ പലയിടത്തും കണ്ടു. സന്ദർശിച്ചിട്ടാണ് അവിടേക്ക് പല ഫയർ എൻജിൻസ് അല്ലെങ്കിൽ വലിയ വെഹിക്കിൾസിന് അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, സ്ഥിരമായിട്ടൊന്ന് വിന്യസിക്കണമായിരുന്നു. ഇങ്ങനത്തെ ഉള്ള ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരം ആവശ്യമുള്ള സാഹചര്യമാണ്. അവിടത്തേക്ക് പ്രോപ്പറായിട്ട് വഴിയും അതുപോലെ തന്നെ ഫയർ ഇൻ കേസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സും കുറച്ചും കൂടി ഇതായിട്ട് വേണമായിരുന്നു. നമ്മൾ 3rd അല്ലെങ്കിൽ 4th ഫ്ലോർ മുതൽ ഫയർ
സേഫ്റ്റി മെഷേഴ്സും നിർബന്ധമാണ് ബിൽഡിങ്ങുകൾക്ക്. അതെ. സിമിലർലി ഇത്രയും വോളിയം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വെടിമരശാലയിൽ തീർച്ചയായിട്ടും അതുപോലത്തുള്ള എക്യുപ്മെൻ്റ് അത്യാവശ്യമാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടി കുറയുമായിരുന്നു. ഈ പാടവരമ്പത്ത് കുറേയധികം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ചെയ്തിരുന്നു. അത്രയും സുരക്ഷ ചെയ്തിട്ടും എങ്ങനെ ഈ വലിയൊരു മഹാദുരന്തമുണ്ടായി എന്നൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന മുൻ MLAയും അതോടൊപ്പം തന്നെ മന്ത്രിയുടെയൊക്കെ വിശദീകരണം നമ്മൾ കേട്ടത്. ഈ പാടവരമ്പത്ത് നിന്ന് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ വളരെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഈ പാടവരമ്പത്ത് നിന്ന് ഒരു സാധനം കാണിച്ചു തരാം. അത് ഇതാണത്. കുപ്പികൾ, തണ്ണിക്കുപ്പികൾ, ബീർ ബോട്ടലുകളാണ് ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സിഗരറ്റ് കുറ്റികൾ നമുക്ക് കാണാൻ പറ്റും. 1ഉം 2ഉം ബീർ ബോട്ടലല്ല കേട്ടോ. ബീർ മാത്രമല്ല, മറ്റ് പല മദ്യക്കുപ്പികളുടെയും ബോട്ടലുകളാണ് തൃശ്ശൂർ ഈ വെടിക്കെട്ട് അപകടം സംഭവിച്ച ഈ പാടവരമ്പത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതാണോ യഥാർത്ഥത്തിൽ സുനിൽകുമാർ പറഞ്ഞ സുരക്ഷാ സംവിധാനം എന്നൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇപ്പോഴും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിനെക്കുറിച്ചിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരമില്ല എന്നുള്ളതാണ്. ഈ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ പടക്കപ്പുരകൾ ഉണ്ടായിരുന്നത്. 4-5 പടക്കപ്പുരകൾ ഉണ്ടായിരുന്നത്. ഒരു വളരെ ചെറിയൊരു ഷെഡ് പോലെ തോന്നിപ്പിക്കുന്ന ചെറിയൊരു അങ്ങനത്തെ ഒരു സ്ഥലം. അങ്ങനെയുള്ള 2-3 കെട്ടിടങ്ങൾ. അതിന് യാതൊരു വിധത്തിലുമുള്ള സുരക്ഷ ഉണ്ടായിരുന്നില്ല. വളരെ പഴകിയ കെട്ടിടം. അതുമാത്രമല്ല, ഈ ഒരു പാടവരമ്പത്ത് യാതൊരു തരത്തിലുള്ള ഷെഡ് പോലുള്ള, ഇത്രയും വെയിലാണ്, ഇത്രയും ചൂടാണ്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു റൂഫ് സംവിധാനം ഇവിടെ ഒരുക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം വലിയ രീതിയിൽ ഒഴിവാക്കാൻ സാധിക്കുന്ന അതായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു മുൻകരുതലുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയ വീഴ്ചയായിട്ട് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇവിടത്തേക്ക് വാഹനങ്ങൾ വരാനുള്ള യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ മുണ്ടത്തിക്കോട് പാടവരമ്പത്ത് വെടിക്കോപ്പുകൾ സംരക്ഷിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്തു വരികയാണ്. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് അത് സംരക്ഷിക്കുന്ന ഒരു കെട്ടിടത്തിന് ഈ രീതിയിലുള്ള നേരാവണ്ണം ഷെഡ് പോലും ഇല്ലാത്ത ഒരു സുരക്ഷാ സംവിധാനം മാത്രമാണോ ഉണ്ടാകേണ്ടത് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഇത്തരത്തിലുള്ള യാതൊരു സുരക്ഷയുമില്ലാത്ത കുറേയധികം 2-3 വെടിപ്പുരകൾക്കാണ് യഥാർത്ഥത്തിൽ സ്ഫോടനം സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു CCTV അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജാഗ്രത കുറവുണ്ടായത്? നമുക്കറിയാം, ഈ 3:30-ക്ക് ഈ അപകടം സംഭവിക്കുമ്പം അതിന് മുന്നോടിയായിട്ടുള്ള നിമിഷങ്ങളിൽ, ആ സമയങ്ങളിൽ ഇവിടെ പല ആളുകളും വന്നു പോയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ വന്നു പോയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? എന്തായിരുന്നു ഈ പ്രദേശത്തേക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് വരാനുണ്ടായ കാരണം? മാധ്യമപ്രവർത്തകരടക്കം സ്ഫോടനം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ എത്തിപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്തിനാണ്? അങ്ങനെ എത്തിപ്പെട്ടത് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഇവിടെ നേരത്തെ ഒരു CCTV പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയില്ല? കാരണം അത്രയും വലിയ 5 ടണ്ണോളം വരുന്ന എക്സ്പ്ലോസീവ്സ് സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും വേണ്ടതല്ല.